ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് നമ്മളെ ഗ്ലൗസ് ഏട്ടനെ അയച്ചു തന്നെയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല, ഞാൻ ഇടയ്ക്ക് കാണിക്കലുണ്ട്. നമുക്ക് ഗ്ലൗസ് ഞാൻ വാങ്ങിക്കാറന്നല്ല കേട്ടോ, നമ്മൾ ഗ്ലൗസ് ഏട്ടനെ അയച്ചു തരുന്നതാണ്. ഞാൻ ഗ്ലൗസ് ഏട്ടൻ എന്ന് പേര് പറയും, പേരൊന്നും എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഹെയർ ക്യാപ്പാണ് കേട്ടോ, അതേപോലെ തന്നെ ഗ്ലൗസും ഉണ്ട്. നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ മുടിയൊക്കെ ചാടുമെന്നൊരു പേടിയാണ്. ഞാൻ എപ്പോഴും ഈ ഒരു ക്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിക്ക് വരാറ്. പ്രത്യേകിച്ച് പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമുക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഫുഡിലൊക്കെ മുടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇടങ്ങാറല്ലേ. അതേപോലെ തന്നെ പുറത്തേക്ക് ആക്കി കൊടുക്കുമ്പം ഏറെ ബേജാറാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ പണിയെടുക്കുന്നവർക്കൊക്കെ അത് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കൽ. അതേപോലെ തന്നെ ഗ്ലൗസും ഇത് കുറച്ച് ലൂസുള്ള ഗ്ലൗസാണ് കേട്ടോ. ഇതാവുമ്പം ഇപ്പോൾ പാക്കിങ്ങിനൊക്കെ എൻ്റെ നാത്തൂൻ്റെ മക്കളൊക്കെയാണ് ഉണ്ടാവാറ് അപ്പോൾ അധികം. അപ്പോൾ ഓർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഗ്ലൗസ് ആട്ടോ പ്രാവശ്യം അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് പണികളൊക്കെ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്ലൗസ് ഒഴിവാക്കൂല. ഇപ്പം ഞാനും അങ്ങനെ ശീലിച്ചിട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പം എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യലുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ഗ്ലൗസ് ഇല്ലാതെ ആക്കൽ. അപ്പോൾ ഇതാട്ടോ ഇന്നിപ്പോൾ നമുക്കേ ബീഫ് അച്ചാറിനുള്ള ഓർഡർ ഉണ്ട്, മീനച്ചാറിനുള്ള ഓർഡർ ഉണ്ട്. പിന്നെ നമ്മളെ പുതിയ ഐറ്റം ഉണ്ടല്ലോ സീഡ്സ് ന്യൂട്രി മിക്സും ന്യൂട്രി ലഡും നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഓർഡർ ഉണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെയൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂൾക്കും പറഞ്ഞയച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇതിനൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഹെൽപ്പിന് അനിയത്തിയും വരും, ഓളെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചാണ്ട് ഓളും വരും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് അച്ചാറിനുള്ള ബീഫ് കഴുകിയിട്ട് അതൊന്ന് വെള്ളമൊക്കെ ചോരാനായിട്ട് വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വെള്ളമൊക്കെ ചോർന്നാൽ പിന്നെ അത് നമുക്ക് അടുപ്പത്ത് വെക്കാമല്ലോ. പിന്നെ നമുക്കൊന്ന് ചോറിന് കൂട്ടാൻ ബീഫാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ ബീഫ് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ അടിയിൽ കുക്കറിലാണ് അടുപ്പത്തിട്ടാൽ ഉച്ചക്ക് ചോറിനാനാകുമ്പോൾ തന്നെ അതും ആയിക്കോളും. ഇപ്പം നമുക്ക് എന്നും ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ചോറിന്. ഇതേപോലെ ഓരോ പണികളുള്ളതല്ലേ. അപ്പോൾ പാക്കിങ്ങിനില്ലല്ലോ അല്ലെങ്കിൽ ന്യൂട്രിലഡ് ഉണ്ടാക്കാനൊക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഒറ്റയ്ക്കാവണ പോലെയല്ലല്ലോ. അപ്പോൾ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അതും വേണം റെഡിയാക്കാം. നമ്മൾ തോട്ടിലെ ചെറിയ മീൻകുട്ടികളുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിക്ക് ഇങ്ങനെ പാളി നോക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ വീഡിയോയിൽ. കുറച്ചൊക്കെ വലിപ്പം വെച്ചാണ് ഇപ്പം. അങ്ങനെ ഞാൻ പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിനി. അപ്പോൾ തന്നെ അനിയത്തി വന്നീനി കേട്ടോ. അപ്പം രണ്ടടുപ്പും കത്തിച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് ഓള് കടല വറുക്കുന്നുണ്ട്, ഒരടുപ്പത്ത് ഞാനും കടല വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളൂ. ചിലപ്പം നാത്തൂനും ഉണ്ടാവലുണ്ട്. ഇന്നിപ്പോൾ ഓള് വന്നിട്ടില്ല. ഇന്ന് നമ്മൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഒന്നാമത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരുപാടായി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, കുറേ സമയം എടുക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചില ആൾക്കാർ ചോദിക്കും ഇത് കേട് വരൂലേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ കേടൊന്നും വരില്ല കേട്ടോ. നമ്മളിത് നല്ലോണം വറുത്തെടുക്കും അടുപ്പത്ത് വെച്ചിട്ട്. നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എപ്പോഴും ഇനിയിപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ ഒരു മടുപ്പേക്കാരും. അത് വിചാരിച്ചിട്ടാണ് എപ്പോഴും കാണിക്കാത്തത്. അതേപോലെ നല്ലോണം വിറക് കത്തിച്ച് നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വറുക്കുമ്പം തന്നെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വിറകടുപ്പിൽ വറുത്ത് പൊടിക്കണത് അല്ലെങ്കിലും അറിയില്ല നിങ്ങൾക്ക്, ആ സ്മെല്ലും ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടും. അപ്പോൾ കേട്ടോ നല്ലോണം വറുത്തെടുക്കുന്നത്. പിന്നെ ചിലർ പറയലുണ്ട് എന്നോട് മണലിൽ വറുത്തൂടെ എന്ന് പറയലുണ്ട്. എളുപ്പം വറവാവും എന്ന് പറയും. അപ്പം മണലിൽ ഞാൻ വറുത്തിട്ടില്ല, കല്ല് കടിക്കുമെന്ന് പേടിച്ചിട്ടാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കല്ല് കടിക്കേ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അപ്പോൾ മണലിലിട്ട് വറുക്കാൻ എനിക്കൊരു പേടിയാണ്. മണലിലിട്ട് കൊണ്ട് തന്നെയാണ് ശരിക്കും കടല വറുക്കുക. പിന്നെ അതിന് ഇങ്ങനെ ഓട്ടപാത്രത്തിൽ ആക്കിയാണ്ട് ഇങ്ങനെ തരിച്ചെടുക്കുക, അങ്ങനെ എന്തൊക്കെയോ ആണ്, അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഇനിയിപ്പോൾ നമുക്ക് നോക്കി വെക്കാം. അങ്ങനെ ഇതാകുമ്പോൾ കല്ലും മണ്ണും കടിച്ചതിന് പേടിയൊന്നും ഇല്ലേനു കേട്ടോ. അങ്ങനെ അത് വറുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് അച്ചാറിടാനുള്ള മീനും കൂടെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ബീഫ് അതിൻ്റെ അടിയിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ മീനും കഴുകി വെച്ചിട്ടുണ്ട്. അതേപോലെ കടലയൊക്കെ വറുത്തതൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൽക്ക് അങ്ങനെ ഇട്ട് കൊടുക്കല കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കുക.
അങ്ങനെ ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ ചിലപ്പോൾ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയൂല, കാരണം അത് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ബീഫ് അടുപ്പത്ത് വെക്കണം കേട്ടോ. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിക്ക് ഉള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുക്കറിൻ്റെ കളർ കണ്ടിട്ട് എന്താ അതിൻ്റെ കളർ ഇങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. ഞാൻ കടലക്കറി ഉണ്ടാക്കിയ കുക്കറാണ്. അപ്പോൾ നല്ലോണം കമ്പിച്ചണ്ടി ഒന്നും ഇട്ടാണ്ട് ഞാൻ ഉരച്ചിട്ടില്ല കേട്ടോ. ഉള്ളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളൂ. അതിക്ക് അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ വെളുത്തുള്ളി അങ്ങനെ തൊലി കളഞ്ഞത് നമുക്ക് വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിക്കലാട്ടോ. അങ്ങനെ വാങ്ങിച്ചാൽ ഒരു സുഖമാണ്. അച്ചാറിടാനും അങ്ങനെ തന്നെ. ഇതേപോലെ അച്ചാറിടുമ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുമല്ലോ, അങ്ങനെ ചേർക്കാനും അതേപോലെ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനും എല്ലാത്തിനും വേണമല്ലോ ഇഞ്ചി വെളുത്തുള്ളി. പ്രത്യേകിച്ച് ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ കുറച്ചങ്ങോട്ട് പേസ്റ്റ് ആക്കി വെച്ചാൽ പിന്നെ വലിയ പണിയില്ല, എളുപ്പം എന്തായാലും എളുപ്പം കുക്ക് ചെയ്യാം. അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടോ. ഇനി നമ്മളെ ന്യൂട്രി സീഡ്സ് പിന്നെ ലഡു പൗഡറും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഒന്ന്. അപ്പോൾ അതിന് വേണ്ട സീഡ്സുകളാണ് ഇപ്പോൾ അതൊക്കെ. അപ്പോൾ ഞാൻ മക്കാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, അതേപോലെ തന്നെ ചിയാ സീഡ്, പംകിൻ സീഡ്, അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഏലക്കായും നല്ല ജീരകവും അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നമ്മളെ സാധാ ന്യൂട്രി ലഡുക്ക് ചേർക്കുന്ന ഐറ്റംസ് അത് കൊടുക്കും കേട്ടോ. അതെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, മുന്തിരി ഇല്ല കേട്ടോ, അണ്ടിപ്പരിപ്പ്, അതേപോലെ ബദാം, പിന്നെ എള്ള്, കടല, അവില്, അങ്ങനെ കറിവേപ്പിൻ്റെ ഇല വറുത്ത് പൊടിച്ചത്, അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ന്യൂട്രി ലഡുക്ക് ചേർക്കുന്നുണ്ടല്ലോ, ആ ഒരു ഐറ്റംസൊക്കെ ഇതിക്കും ചേർക്കും. സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ എടുക്കുമ്പോൾ എന്താ അറിയോ, ഒക്കെ ഞാൻ ഒരു പാത്രത്തിൽ കിട്ടും, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ ഒക്കെ നല്ലോണം വറുത്തെടുക്കണം. വറുത്തെടുത്താലുള്ളൂ നമ്മളിത് പൊടിച്ച് നമുക്ക് കുറച്ച് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുക. ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. ഇത് നമ്മളൊരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ, വഹീദ എന്നാണ് അവരുടെ പേര്. പിന്നെ ആലുവയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ കുവൈത്ത്ക്ക് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം കുറച്ച് മുന്നേ കുറേ പ്രാവശ്യം നമ്മുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. മക്കൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഇത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് അച്ചാറിടാനുള്ളത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേന്. അപ്പോൾ ബീഫത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ ബീഫ് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് വേവിക്കുമ്പോൾ ഒരു കടയിൽ അപ്പം പറയണം കേട്ടോ അച്ചാറിടാനാണെന്നുള്ളത്. നല്ലോണം നെയ്യൊക്കെ കുറച്ച് കുറഞ്ഞതായിട്ട് നല്ല പീസ്, എല്ലില്ലാത്ത പീസൊക്കെ നോക്കിയിട്ട് ഒരു തരിക. അങ്ങനെ അതവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കടലയും എള്ളും ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടൊക്കെ വറുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതൊക്കെ. അപ്പോൾ അത് ഞാൻ പൊടിച്ച് വലിയൊരു ചെമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഇനി നമ്മൾ ഒക്കെ ഇതേപോലെ പൊടിച്ചിട്ടേക്കാണ് കേട്ടോ. ആ സീഡ്സ് മാത്രം ഇതിലേക്ക് ചേർത്തിട്ടില്ല, അത് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓർഡർ കിട്ടിയതാണെന്നുള്ളത്, അതിക്ക് ഇത് ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ പൊടിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, നല്ലോണം മിക്സ് ചെയ്യും. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചേ കാണിക്കണുള്ളൂ, പക്ഷേ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കും. ചിലപ്പോൾ ഞാൻ ബാബുവിനെ ഏൽപ്പിക്കലാണ് ഇളക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ്, ഇന്നിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അത് നല്ലോണം മിക്സാക്കി ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിന് കുറച്ച് മാറ്റി വെക്കും, കാരണം ഞാൻ പറഞ്ഞല്ലോ സീഡ്സ് ഈ സീഡ്സും കൂടെ ഇട്ടിട്ടുള്ള പൗഡറിന് നമുക്ക് വേറെ ഓർഡർ ഉണ്ട് എന്നുള്ളത്. അപ്പം അത് ഞാൻ ചെറിയൊരു ചെമ്പക്ക് എനിക്ക് ആവശ്യത്തിനുള്ളത് അതിക്ക് മാറ്റിയിട്ട് അയക്കാണ് കേട്ടോ. പിന്നെ ഇത് പൊടിച്ചാണ്ട് നമ്മൾ ചേർക്കണത്. ഇത് നല്ലോണം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് അത്യാവശ്യം പൊടിച്ചിട്ട് തന്നെയാണ് കേട്ടോ, കുറച്ചൊക്കെ നല്ലോണം പൊടിച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം പൊടിച്ചാൽ നല്ല നൈസായിട്ടുള്ള അല്ല, കുറച്ച് തരി ഉണ്ടാവും. പിന്നെ ചില ഇതിൽ കണ്ടിട്ടില്ലേ ആ പംകിൻ സീഡ്സും അതേപോലെ സൺഫ്ലവർ സീഡൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന ബോൾസ് ആക്കുമ്പോൾ നമ്മളത് അങ്ങനെ അങ്ങോട്ട് കാണൂല കേട്ടോ. കാണാത്തത് കൊണ്ടാണ് ഞാൻ നല്ലോണം നല്ല വറുവായാൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും ചെയ്യും. ഇനി ഇതും അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ലഡു ആക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ നല്ലോണം ഒന്ന് വറുത്ത് ചൂടാക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ബോട്ടിലാക്കുക. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഓരോ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ കലക്കിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു എനർജി ആയിക്കാരം. രാവിലെ തന്നെ ചെയ്യും വേണം കേട്ടോ, വൈകുന്നേരം ചെയ്യാം. പക്ഷേ രാവിലെ നമ്മൾ വെറും വയറ്റിലേ ഇതിങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം നല്ല എനർജി ആവും. ഞാനത് കുടിക്കലുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പാലിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ. പിന്നെ നമുക്ക് ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ അങ്ങനെയാണ് ഏറ്റവും നല്ലത്.
അല്ലാതെ ഞാൻ നമ്മളെ ന്യൂട്രലിഡോയിൽ ശർക്കര ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ചേർത്താലും നമുക്ക് ഷുഗറുള്ള ആൾക്കാർക്ക് അത്ര നല്ലതല്ല ശർക്കരൻ്റെ മധുരം അങ്ങനെ പറ്റൂലല്ലോ. പഞ്ചസാരൻ്റെ പോലെ തന്നെയാണ് ഇപ്പോൾ ശർക്കരയും. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ഷുഗറുള്ളവർക്ക് ഈത്തപ്പഴമൊക്കെ ചേർക്കാമെന്ന് പറയും. പക്ഷേ ഈത്തപ്പഴത്തിലും ഷുഗറുണ്ട്. അതേപോലെ ഉണക്കമുന്തിരിയിൽ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വേഗത്തിലുണ്ടാവില്ല തോന്നുന്നുണ്ട്, എന്നാലും അതിലൊക്കെ ഷുഗറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് മധുരമൊന്നും ചേർക്കാതെ ഇതേപോലെ നല്ലോണം വറുത്ത് പൊടിച്ച് പിന്നെ ബോൾസാക്കാതെ ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വൈകുന്നേരമൊക്കെ ഓരോ സ്പൂൺ അങ്ങനെ, ഒരു സ്പൂണല്ല ഒരു 2 സ്പൂണൊക്കെ എടുത്തിട്ട് അങ്ങനെ കലക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മളിതിൽ ചേർത്ത സീഡ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അതേപോലെ ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ എള്ള്, കടല, അതിലൊക്കെ നല്ലോണം പ്രോട്ടീനും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മളെ സാധാ ന്യൂട്രി പൗഡറാണ് കേട്ടോ. ഇതിനും നമുക്ക് 2 ബോട്ടിലിനുള്ള ഓർഡർ ഉണ്ട്. അപ്പോൾ അതും അതേപോലെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബോൾസാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പുറംഭാഗം കുറച്ചൊരു ചെറുതായിട്ടൊരു ബലം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്നുകൊണ്ട് പൊടിച്ചു കൊടുത്താൽ ഇതാ കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിക്കാരം. കുട്ടികളൊന്നും ഇത് കഴിച്ചാൽ വിടൂല കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. നമ്മൾ കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ബേക്കറി ഒക്കെ ചായക്ക് കൊടുക്കുമല്ലോ, അതിന് പകരം ഇതേപോലെ ഒരു ബോൾസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അവർക്ക് ഹെൽത്തിന് നല്ലതാണ് കേട്ടോ, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ. അപ്പം ആ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അച്ചാറിടണം. അപ്പോൾ അതാ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉരുളിയൊക്കെ ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ എണ്ണയിലിട്ടിട്ട്. പിന്നെ മീനച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചതാണ്, കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഉണ്ടാക്കല്ലേ, അപ്പോൾ അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയണില്ല, എന്നാൽ കുറച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മളെ ഓർഡർ അധികം സൗദിക്ക് പോകാനുള്ളതാണ് കേട്ടോ. സൗദിക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓർഡർ തന്നതാണ്. അതേപോലെ നമ്മൾ നമ്മൾ പ്രൊഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വാങ്ങിച്ച ആൾക്കാരെന്നെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പം ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സെയിൽ ചെയ്ത് ആ ഒരു ആളുകൾ തന്നെ പിന്നെ വീണ്ടും നമ്മളോട് സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ ഓരോക്കെ തന്നെ കഴിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളെത്ര ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അപ്പോൾ പക്ഷേ ചില ആൾക്കാർക്ക് അത് അറിയൂല, നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊന്നും അറിയൂല. നമുക്ക് കുറേ ഓർഡർ ഉണ്ട് അങ്ങനെയൊക്കെ അറിയുള്ളൂ. പക്ഷേ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് അത് മനസ്സിലാക്കിയിട്ട് നമ്മളോടത് പറയുമ്പോഴേ, എന്നാലും നമ്മൾ പൈസ തന്നിട്ട് തന്നെയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് നിങ്ങൾ നമുക്ക് പാക്ക് ചെയ്തൊക്കെ തരുമ്പോൾ കാണുമ്പോൾ സന്തോഷമാണെന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ എനിക്കും നല്ല സന്തോഷമാണ്. അപ്പോൾ ഞാൻ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമയം എത്രയൊക്കെ നിങ്ങൾക്ക് അറിയോ? സമയം 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അനിയത്തിന് പിന്നെ ഞാൻ പറഞ്ഞയച്ചു, കുട്ടികളൊക്കെ സ്കൂളിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കിപ്പോൾ അച്ചാറിടാനുള്ളൂ കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ ഒരുവിധമൊക്കെ ഓള് കഴിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അച്ചാറിടാൻ നിന്നാലും അങ്ങനെ തന്നെ ടൈം പോകണത് അറിയില്ല. അപ്പോൾ ഇന്ന് ബീഫും മീനും 2 അച്ചാറിടണ്ടേ. അപ്പോൾ ഞാൻ മീനൊക്കെ പൊരിച്ച് ഒക്കെ വന്ന് ആവുമ്പോഴത്തേന് നേരം കുറേ ആവും. അപ്പോൾ ബീഫ് ഞാനിവിടെ ഗ്യാസുമ്മൽ ഒരു ചട്ടി വെച്ചാണ്ട് അത് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടാണ്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല. മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടി പിന്നെ അച്ചാറിടുമ്പോൾ ആ സമയത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിക്കുകയാണെങ്കിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും, വെള്ളം നല്ലോണം ഉണ്ടാവും ബീഫ് വേവിച്ചത്. അപ്പോൾ ആ പച്ചവെള്ളം പോലുള്ള വെള്ളം നമ്മൾ അച്ചാർക്ക് ചേർക്കരുത് കേട്ടോ. കുറച്ച് കുറുകിയ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ചാർക്ക് ചേർക്കണോണ്ട് കുഴപ്പമില്ല. പച്ചവെള്ളം പോലുള്ളത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അടുപ്പത്ത് വേവിച്ചതുകൊണ്ട് എനിക്ക് വല്ലാതെ ചാറൊന്നും അതിലില്ല, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ബീഫ് വേവും വേണം കേട്ടോ, വെന്തിട്ട് വേണം പൊരിച്ചെടുക്കാനും. വെന്തിട്ടില്ലെങ്കിലും അച്ചാർ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചണ പോലെ തോന്നും. അപ്പോൾ അതേപോലെ തന്നെ നല്ലോണം ബീഫ് മൊരിയും ചെയ്യരുത്, പാകത്തിന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും മസാല ഒന്നും പിടിക്കൂല. അപ്പോൾ ഞാൻ ബീഫ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ അതിലുള്ള മുള്ളും കാര്യങ്ങളൊക്കെ മാറ്റി മീനൊന്ന് ഇങ്ങനെ ചെറുതാക്കി കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട്. പറ്റ ചെറിയ പീസാക്കും ചെയ്യരുത്, കുറച്ച് വലിപ്പം വേണം കേട്ടോ, എന്നാലുള്ളൂ ഇങ്ങനെ അച്ചാർ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് മീനൊക്കെ കടിക്കണ്ടേ, അതല്ലേ മീൻ അച്ചാർ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ ഏത് മീനാണ് എടുക്കലെന്ന് ചോദിക്കലുണ്ട്. നമ്മൾ പേദൽ മീനാണ് കേട്ടോ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് എടുക്കൽ. അതിലാവുമ്പോൾ അധികം മുള്ളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലർ കേരാന്ന് പറയും.
പിന്നെ ബീഫും ഒക്കെ ഫ്രൈ ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതും അതേപോലെ തന്നെ കൈകൊണ്ടൊന്നിങ്ങനെ ചെറുതായിട്ട് ഒന്ന് പിച്ചെടുക്കണം. അതിലും എല്ലൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. എല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഉമ്മ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യാണ്ടായിന് കേട്ടോ. അമ്മ അല്ല, അമ്മ പോയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഇതാട്ടോ പിന്നെ വീണ്ടും ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച്, അപ്പോൾ നമ്മൾ മീൻ പൊരിച്ച ആ ഒരു എണ്ണ ഉണ്ടല്ലോ അതായത് മാറ്റണം. മാറ്റിയിട്ട് കളയൊന്നും വേണ്ട, അത് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കുക. അതിലിങ്ങനെ ചെറുതായിട്ട് പൊട്ടുപൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് മാറും. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വേറെ പുതിയ എണ്ണ ഒഴിച്ചാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ ചതച്ചത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി ഒന്നും തൊലി കളയലെന്നല്ല കേട്ടോ, തൊലി കളഞ്ഞത് അങ്ങനെ വാങ്ങിക്കലാണ്. വെളുത്തുള്ളി തൊലി കളയാൻ നിന്നാലേ സമയം കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൻ്റെ വിരലിൻ്റെ അവിടെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു നീറ്റൽ വരും വെളുത്തുള്ളി കുറേ തൊലി കളയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് ആക്കിയതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് എണ്ണ കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചീന എണ്ണ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടതിനല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെ നല്ലോണം വഴറ്റിയെടുക്കണം. ഇതേപോലെ ആ ഒരു സ്വർണ്ണ കളറായി വരുമല്ലോ, അതേപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലുള്ള അച്ചാർ കേടാവാതെ നിൽക്കും ചെയ്യാം. സമയം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സമയം ഇപ്പം ഒരുപാടായിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, മരുബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് ഇതാണ് കഴിഞ്ഞിട്ട് വേണം കയറാനകത്തേക്ക്. പിന്നെ എൻ്റെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് ആക്കുമ്പോലെ ബീഫ് അച്ചാർ ഇടുള്ളൂ കേട്ടോ. ബീഫ് അച്ചാർ പിന്നെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും, ഇപ്പം എക്സാം ആയതുകൊണ്ട് പിന്നെ ഓരോരോ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും. പിന്നെ ഇപ്പോൾ റബീഉൽ അവ്വൽ മാസമാണ്, മൗലൂദൊന്നും ചെല്ലാൻ ചിലപ്പോൾ കൂടൂല കേട്ടോ. എന്നാലും ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്ന സമയത്താണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ, കുട്ടികളൊക്കെ പഠിക്കണ അവിടെ ഇക്കാരം. എന്നാലും ഞാനങ്ങനെ എൻ്റെ പണിയെടുക്കണതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോകും. അപ്പോൾ എത്ര നേരം ഇല്ലെങ്കിലും അതൊന്നും നമ്മൾ മുടക്കം വരുത്തലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാട്ടോ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഞാൻ കുറച്ചേ ചേർക്കലുള്ളൂ. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കായപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സുർക്ക ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മീനച്ചാറാണ് കേട്ടോ ഇടുന്നത്. ബീഫ് അച്ചാർ ഇടുമ്പം ബീഫ് വേവിച്ച ഗ്രേവി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനിപ്പോൾ ഞാൻ ഇപ്പോഴൊന്നും ഇടൂല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് ആ നേരത്തൊന്നും പിന്നെ വീഡിയോ എടുക്കൂല കേട്ടോ. അപ്പോൾ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാനുള്ളതൊക്കെ. പിന്നെ പൊരിച്ച് വെച്ച മീനോണ് ഇട്ടാണ്ട് ഒരു 5 മിനിറ്റ് അടുപ്പത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാൻ. അപ്പോൾ അതേപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാറിന് അത്യാവശ്യം ഗ്രേവി ഉണ്ടാവും. കുറേ ഗ്രേവി കുറേ വേണ്ട, കുറേ വെള്ളം പോലെ വേണ്ട. പക്ഷെ ആ കഷ്ണത്തിനൊപ്പമുള്ള ഗ്രേവി വേണം കേട്ടോ. എന്നാലുള്ളൂ അച്ചാർ ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ നമുക്ക് ഇതിപ്പോൾ അധികം സൗദിക്കൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ നമ്മുടെ അടുത്ത് നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് വേറൊരു ചാറൊന്നും ഇല്ലെങ്കിലും ആ ഒരു മീനിൻ്റെ കായോ അതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ മീൻ കടിക്കാൻ കിട്ടുമ്പം അതും ഒക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ ചോറൊക്കെ കഴിക്കുമ്പോൾ. പിന്നെ ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടുപ്പത്ത് തന്നെ വെക്കണം. എന്നിട്ടുള്ള നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കുക കേട്ടോ. പിന്നെ അച്ചാറിടുമ്പോൾ എരിവും പുളിയും ഒക്കെ പാകമായിട്ട് കിട്ടണം, എന്നാൽ അച്ചാർ ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കും വേണം. കരിയും ചെയ്യരുത്, എന്നാൽ പാകത്തിനായിട്ട് മൂത്ത് വരും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ മീനച്ചാറൊക്കെ ഇട്ട് പിന്നെ അത് അടുപ്പത്തുനിന്ന് കൊണ്ടുപോയി വാങ്ങി വെച്ച് പിന്നെ അത് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടോ, സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ ബീഫ് അച്ചാറും ഇട്ട് അങ്ങനെ രാവിലെ ഒക്കെ ബോട്ടിലാക്കി. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഒക്കെ കൂടെ ആകുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുതലാവും. അപ്പോൾ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മൾ ഇട്ട അച്ചാറുണ്ടല്ലോ, ബീഫ് അച്ചാറും മീനച്ചാറും ഒക്കെ, അതൊക്കെ ഞാൻ ആ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു റീൽസ് ഇട്ടപ്പോൾ തന്നെ ഒക്കെ സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വീഡിയോ ഒക്കെ ഞാൻ നാളെ കാണിക്കുന്നുണ്ട് കേട്ടോ.